ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരു വലിയ നമസ്കാരം. അതുപോലെ തന്നെ ഇനി തുടർന്ന് നമ്മുടെ വീഡിയോ കാണുവാനിരിക്കുന്ന ആൾക്കാർക്കും ഒരു വലിയ നമസ്കാരം ഞാൻ മുൻപേറെ അല്ലെങ്കിൽ അഡ്വാൻസായിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഏതൊരു വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരുപക്ഷെ നേരിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളതോടെ നിങ്ങൾ ആദ്യം ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് നല്ലതാകും. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറയാം. മറ്റൊന്നുമല്ല, ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് എൻ്റെ മോന് അല്ലെങ്കിൽ അതുപോലുള്ള അച്ഛനെ പോലുള്ള ആൾക്കാരുടെ ഒരു കാലഘട്ടമല്ല ഞാൻ പറയുന്നത്. എൻ്റെ ചെറുപ്പം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മുടെ വീട്ടുകളിലൊക്കെ ഒരു വിശേഷം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിശ്ചയം അല്ലെങ്കിൽ കല്യാണം, പാലുകാച്ച്, ഈ ചടങ്ങിൻ്റെ തലേ ദിവസവും ആ ചടങ്ങിന് വേണ്ടി നമ്മൾ ഫുഡ് തയ്യാറാക്കും. ഏകദേശം നല്ല ആൾക്കാരെത്തുന്നുണ്ടാകും. പണ്ടത്തെയൊക്കെ കൂട്ടായ്മയെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെത്തുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ നിന്നിട്ട് നമ്മൾ ഫുഡ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ബന്ധുക്കൾ ഒരുപാട് പേര് വരും. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. അപ്പോൾ പക്ഷേ ഇതിനകത്തൊരു നല്ല വശവും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറഞ്ഞു, ഒരു നല്ല വശവും ഇതിനകത്തൊരു വിഷമമുള്ളൊരു വശവും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ കൂട്ടുള്ള ആഡിറ്റോറിയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒന്നുകിൽ നമ്മുടെ വീട്ടുകളായിരിക്കും ഈ ഒരു വിവാഹം നടത്തുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ ആയിരിക്കും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള വലിയ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബന്ധത്തിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അവരൊക്കെ ആയിരിക്കും നമ്മുടെ വല്യച്ഛന്മാരോ നമ്മുടെ മാമന്മാരോ ഒക്കെ ആയിരിക്കും ഈ ഒരു പാചകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ ഫുൾ ടൈം ആ ഒരു കലവറയിലായിരിക്കും. അല്ലെങ്കിൽ അന്നത്തെ ദിവസം കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ നിശ്ചയം നടക്കുന്നു, അത് അല്ലെങ്കിൽ പാലുകാച്ചി നടക്കുന്നു. ഈ സമയത്തൊന്നും ഇവർക്ക് ഒരു പക്ഷേ ഇത് കാണുവാൻ സാധിക്കാതെ വരുന്നു. കാരണം ഇവർ ഫുൾ ടൈം ഇവർ പക്ഷേ നമ്മുടെ ഈ ഒരു കലവറയ്ക്കുള്ളിലാണ്. അപ്പം അങ്ങനൊരു വലിയൊരു വിഷമം അവരിലുണ്ട്. ഇപ്പോൾ കാലം ഒരുപാട് മാറി. ഇപ്പം നമുക്കറിയാം, എല്ലായിടത്തും ഒരു 20 പേരായാലും ഒരു 30 പേരായാലും വരുന്ന ഒരു ഫംഗ്ഷന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാറ്ററിങ്ങിനെ സമീപിക്കുന്ന ഒരു കാര്യമായി. കാരണം നമ്മൾ മറ്റു ടെൻഷനൊന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൃത്തിയുള്ള ആഹാരം നമുക്ക് ലഭിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ പൈസ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരും. പക്ഷേ എങ്കിലും മറ്റുള്ള ടെൻഷനുകളൊന്നുമില്ല. കൃത്യമായിട്ട് അവർ ആ ഫുഡ് നമ്മുടെ വീട്ടുകളിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞത് വൃത്തിയുള്ള ആഹാരം വേണം, അതുപോലെ തന്നെ രുചിയുള്ള ആഹാരം വേണം. നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടെത്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ ചെയ്തു തരും. ഇത്രയൊക്കെ ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഏകദേശം പന്തളം കുരമ്പാല പ്രദേശത്ത് ഒരു കാറ്ററിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാറ്ററിംഗ് തുടങ്ങിയിട്ട് ശരിക്കും 2 വർഷമായി. അപ്പോൾ ഈ 2 വർഷം എന്ന് പറയുമ്പോൾ കോട്ടയത്തായിരുന്നു ഇത് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് പന്തളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈഫാണ് പോയി വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ടാവും. അപ്പോൾ ഞാനെടുത്തേക്കുന്നത് വളരെ മേന്മയാണെന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ സദയം ഒന്ന് ക്ഷമിക്കുക. നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഒരു കാറ്ററിങ്ങിനെ കുറിച്ചിട്ടാണ്. അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ വ്യക്തമായ രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എൻ്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾക്ക് കേരളത്തിലെ ഏത് സ്ഥലത്തും അവർ ചെയ്തു കൊടുക്കും. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവരെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഓർഡറുകൾ നൽകി സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ സംസാരിക്കാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു അന്നപൂർണ. പാൽക്കപ്പ ഇപ്പോഴത്തെ വെറൈറ്റി അല്ലേ? സോയാബീൻ്റെ ബീഫ് മോഡലിൽ. ഇത് മത്തങ്ങ പിന്നെ അരിപ്പൊടിയുടെ മിക്സ് ചെയ്ത് മത്തങ്ങ വേവിച്ചിട്ടത്. ഇത് ചോളമാണോ? അല്ലല്ല, അത് ക്യാരറ്റ് പുട്ട്. ഇതെന്താ? ഇതും അരിപ്പൊടിയിൽ തന്നെ? അരിപ്പൊടി. നമ്മൾ കഞ്ഞിയുണ്ട് വൈകുന്നേരം. അപ്പം കഞ്ഞിക്ക് വേണ്ടിയുള്ള ഉണക്കമീൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത്. മിക്സ്ഡ് ആണോ? കുറിച്ച് മാത്രമേ ഉള്ളൂ? കുറിച്ച് മാത്രം. അതതിന്റെ ചട്നി. ഇത് ചമ്മന്തിയല്ലേ? എൻ്റെ മോള കഴിച്ചു നോക്കിയോ? അതെന്താ? അച്ഛൻ പാചകമൊക്കെ ചെയ്യോ? മോക്ക് ഇഷ്ടമാണോ? കൂട്ടുകാരൻ ഇവിടുത്തെ അനീഷിൻ്റെ ചേട്ടനും കൂടെയാണ്. മൂത്തയാൾ പോളിടെക്നിക് തേർഡ് ഡ്രൈവിങ്ങിനായിട്ട് പെരുമ്പാവൂരാണ്. രണ്ടാമത്തെ ആൾ 10ലാണ്. ഞങ്ങൾ വീട്ടിലുണ്ട്. ഏറ്റവും ഇളയാളാണ് അവന്തിക, 2ൽ പഠിക്കുന്നു. ചേട്ടൻ പേര് പറ. ചേട്ടൻ്റെ? രാജീവ്. ഇതിനകത്ത് ചേട്ടൻ്റെ പേര് പറ. ഏതാ? കുട്ടൻ.
പുട്ടും കടലക്കറിയും അതിനായിട്ട് പാചകം ചെയ്ത് വെച്ചേക്കുന്നു. ഇത് ചെറുപയർ. അപ്പോൾ നമ്മൾ മെയിനിൽ പാചകത്തിൻ്റെ കലവറയെല്ലാം കണ്ടിട്ടുണ്ട്. ബാക്കി ഐറ്റംസുകളെല്ലാം താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. എല്ലാവരെയും ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ബാക്കി ഐറ്റങ്ങളെല്ലാം താഴോട്ട് വന്നിട്ടുണ്ട്. അന്നപൂർണ കാറ്ററിംഗ് കൊരമ്പാല പന്തളം. ഇവർക്ക് ബ്രാഞ്ച് കോട്ടയത്തുമുണ്ട്. ലൈവ് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അന്നപൂർണ കാറ്ററിംഗ്കാരുടെ വിഭവങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. ദോശ, മസാല ദോശ, ചിക്കൻ ദോശ, എഗ്ഗ് ദോശ, ബീഫ് ദോശ, അങ്ങനെ ദോശയുടെ ഒരു ഐറ്റം തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ ചിക്കൻ കറി, അച്ചാർ, കപ്പ, മീൻകറി, പാൽക്കപ്പയൊക്കെ അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആവുന്ന സാധനങ്ങളാണ് കഞ്ഞി, ചമ്മന്തി, പാലപ്പം, ചിക്കൻ സ്റ്റൂ, പുഴുക്ക്, ചേമ്പ്, ചേന, കാച്ചിൽ, കാന്താരി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, അങ്ങനെ കുറേ ഒത്തിരി ചമ്മന്തികൾ. പിന്നെ പുട്ട് ഐറ്റംസുകൾ, ചിക്കൻ പുട്ട്, ബീഫ് പുട്ട്, കോൺഫ്ലവർ, ഇതെന്തോ കോൺ പുട്ട്, ക്യാരറ്റ് പുട്ട്, അങ്ങനെ ഒത്തിരി അതങ്ങനെ. പിന്നെ കപ്പ ചമ്മന്തി, സാമ്പാർ, മുളക് ചമ്മന്തി. ഈ വിഭവങ്ങളെല്ലാം ആസ്വദിക്കണമെങ്കിൽ അന്നപൂർണ കാറ്ററിംഗ് സർവീസുകാരെ വിളിക്കണം അല്ലേ? അന്നപൂർണ കാറ്ററിംഗ് സർവീസിൻ്റെ ഓണറാണ് ഞാൻ. ഇതെൻ്റെ അനിയൻ അമൽ, എൻ്റെ പേര് അനീഷ്, ഇദ്ദേഹത്തിൻ്റെ പേര് അമൽ, ഇദ്ദേഹത്തിൻ്റെ ചേട്ടനുണ്ട് അഖിൽ. അപ്പം ഞങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമാണിത്. ഇതിൻ്റെ ഓപ്പണിംഗ് ആണ് ഇന്ന്. അപ്പം ഇതാണ് നമ്മുടെ വിഭവങ്ങളുടെ ലിസ്റ്റ്. പിന്നെ എല്ലാ വിഭവങ്ങളും ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇനിയിപ്പോൾ ഓപ്പൺ ആവണം 7 മണി 7:30 ശേഷമേ ഇതെല്ലാം വിഭവങ്ങളെല്ലാം ഓപ്പൺ ആവത്തുള്ളൂ. നമ്മുടെ കാറ്ററിംഗ് സർവീസിൻ്റെ പേരിതാണ് അന്നപൂർണ കാറ്ററിംഗ് സർവീസ്. ഇതിൻ്റെ ബ്രാഞ്ച് നിലവിലിപ്പം ഒരെണ്ണം കോട്ടയത്ത് ആൾറെഡി സ്റ്റാർട്ടാണ്. ഇനിയിപ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുലനൂരിൻ്റെയും കുഞ്ഞിക്കൂടിൻ്റെ ഇടയ്ക്ക് എളമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്ത് നമ്മുടെ ഒരു കിച്ചൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാജാക്കാട്. ഈ നമ്മൾ ഇങ്ങനെ ഒരു 4 കിച്ചണായിട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. അതായത് 2 കിച്ചൺ നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിള്ളേരാണ് ഇതെല്ലാവരും. ഒന്നാണ്ട് അദ്ദേഹമാണ് നമ്മുടെ പന്തളം ബ്രാഞ്ചിൻ്റെ A to Z കാര്യങ്ങൾ നോക്കുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ പേര് മനു. ഇദ്ദേഹമാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും A to Z നോക്കി നടത്തുന്നത്. പിന്നെ ഇതെല്ലാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. ഫസ്റ്റ് വർക്കാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് വർക്ക് ഇതാണ്. യൂണിഫോം ഒന്നും ഇല്ലല്ലോ. യൂണിഫോം ഇപ്പം നിലവിൽ നമ്മൾ യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടുള്ളൂ. ഇന്ന് നമുക്ക് അവർ തരാമെന്ന് പറഞ്ഞ സമയത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് യൂണിഫോം ഇല്ലാതെ അവർ ഇങ്ങനെ തന്നെ സിവിൽ ഡ്രസ്സ് തന്നെ കാര്യങ്ങൾ നടത്തുന്നു. യൂണിഫോമോട് കൂടി കോട്ടയം ജില്ലയിൽ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇത് ഇന്ന് ഓപ്പൺ ആയ കാരണം നമ്മൾ പറഞ്ഞ സമയത്ത് അവർക്ക് യൂണിഫോം തരാൻ പറ്റാത്തതിന് കാരണം യൂണിഫോം ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഇനിയിപ്പോൾ ഒരു 8 പിള്ളേർ ബാക്ക്ഗ്രൗണ്ടിൽ നിൽപ്പുണ്ട്. അവരെ ഇതിൻ്റെ വൈകിട്ടത്തെ ഇതിൻ്റെ തിരക്ക് കാരണം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹം അഖിലേ ഒരു മിനിറ്റ്. അതുകൊണ്ട് അദ്ദേഹമാണ് നമ്മുടെ അനീച്ചാർ അഖിൽ, അതായത് അമലിൻ്റെ ചേട്ടച്ചാർ. ഇദ്ദേഹം ഞങ്ങൾ 3-4 പേര് കൂടിയിട്ടാണ്. പിന്നെ നമ്മുടെ പൊറോട്ട മാസ്റ്ററാണ് അദ്ദേഹം. ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. കാര്യങ്ങൾ ഇതുപോണക്ക് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാനും വേണ്ടി എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം. ഇപ്പം നിലവിലായേക്കുന്ന ഫുഡ് അടിപൊളി കപ്പ മീൻകറി. ഏതാ കേരേ ചൂരേ നെമ്മീനോ എന്താണ്? ഇതിപ്പം നമ്മുടെ ഓലക്കുടി എന്ന് പറയും. അതായത് ഓലക്കുടി, താള, അങ്ങനെ പല നാട്ടിലും പല പേരാണ്. അതാണ് അത് എടുത്തവനെ. അത് നെയ്ച്ചോറ് കോഴിക്കറി, വറുത്തരച്ച കോഴിക്കറി, റൈത്ത, അച്ചാറ്. ഇപ്പം നിലവിൽ ഈ ഐറ്റങ്ങൾ ഇപ്പം വന്നേക്കുന്നത്. ഇത് ചമ്മന്തിയാണ്. ദോശയ്ക്കുള്ളതാണ്. ദോശ ഓപ്പൺ ആയിട്ടില്ല. ഇതിപ്പോൾ കാച്ചില്, ചേന, ചേന, ചേമ്പ് ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇതാണ്ട് അതിനുള്ള ചമ്മന്തി ഐറ്റങ്ങൾ ഒരു 3 ഐറ്റം ചമ്മന്തി വന്നിട്ടുണ്ട്. ഇതിപ്പം കാന്താരി ചമ്മന്തി നിലവിലവിടെ കാണിച്ചു. ഇത് നമ്മുടെ വത്തലുമുളക് ചൂട്ടരച്ച ചമ്മന്തിയാണ്. വത്തലുമുളക്, കൊടംപുളി, ചെറിയുള്ളി ഇത് വെച്ച് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ചമ്മന്തിയാണ്. ചട്നി ഐറ്റങ്ങൾ ഇത് നമുക്കൊരു 8-10 ഐറ്റം ചമ്മന്തിയുണ്ട് ആവത്തുള്ളൂ. കാരണം ഇത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം. ഇതിനകത്തിലിപ്പോൾ ഈ പുഴുക്കൈറ്റത്തിനകത്ത് തന്നെ ഇനിയും വരാനുണ്ട്. ഒരു 3 ഐറ്റം 4 ഐറ്റം പുഴു കൂടെ വരാനുണ്ട്. കണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് കാച്ചിൽ പുഴുങ്ങിയതാണ്. ഇത് ചേന, ഇത് ചേമ്പ്. കണ്ടോ, നമ്മുടെ കണ്ണും മനസ്സും എല്ലാം നിറഞ്ഞ ചമ്മന്തി. അപ്പം നിങ്ങൾ ഇവരെ മിസ് ചെയ്യരുത്. നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് അപ്പോഴേ ശരിയാക്കി തരും. നമ്മുടെ ചിക്കൻ സ്റ്റൂ ആണ്. പാലപ്പത്തിനുള്ള പാലപ്പം, കള്ളപ്പം,
എന്നീ വിഭവങ്ങൾക്ക് ചപ്പാത്തി, പൊറോട്ട ഇതിനെല്ലാം നല്ല കോമ്പിനേഷനാണ് ചിക്കൻ സ്റ്റൂ. ഒരു മിനിറ്റ് രജനീഷ് വരും. അതാണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചു ഫാമിലി ഇത് മോള്, അദ്ദേഹത്തിൻ്റെ മോളാണ്. ഇദ്ദേഹം നമ്മുടെ കിച്ചൺ കലവറയിലെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ കൈകാര്യങ്ങളെല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തുളസീധരൻ, അദ്ദേഹവും നമ്മൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ല സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ്. ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അല്ലേ? പന്തളം മുനിസിപ്പാലിറ്റി, കൊരമ്പാലത്തേക്ക്. എൻ്റെ കേറ്ററിങ്ങിൻ്റെ പേര് അന്നപൂർണ്ണ കേറ്ററിംഗ് സർവീസ്. എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇവരെല്ലാവരെയും നിങ്ങൾ ഓർത്ത് വെക്കുക, പ്രത്യേകിച്ചും അനീഷ് കുമാർ, ഇദ്ദേഹം അമൽ. അപ്പോൾ അന്നപൂർണ്ണ കാറ്ററിംഗ് സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അന്നപൂർണ്ണ കാറ്ററിംഗിന്റെ സാരഥികൾ, അവരെ കുടുംബമാണ്. എൻ്റെ പേര് അനീഷ്, ഇതെൻ്റെ വൈഫ്, അത് നമ്മുടെ ചേട്ടൻ ബിജു, അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ ഇളയ മോള്. ഇത് കോട്ടയം ബ്രാഞ്ച്, നമ്മുടെ കോട്ടയം ബ്രാഞ്ച് നോക്കുന്നതും നടത്തുന്നതും ഇദ്ദേഹമാണ്. നമ്മുടെ പത്തനംതിട്ട ബ്രാഞ്ച് നോക്കുന്നത് ഞാനാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വർക്ക് ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, അവിടെ അദ്ദേഹത്തിന് അവിടെ വർക്ക് ഇല്ലാത്തപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ആ ഒരു ധാരണ ഞങ്ങൾ രണ്ടുപേരുടെ കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് നമ്മുടെ പന്തളം ഓപ്പൺ ഈ നമ്മുടെ അന്നപൂർണ്ണ ഓപ്പൺ ആക്കി ഫസ്റ്റ് വർക്കാണ്. കോട്ടയത്ത് ഓപ്പൺ ആക്കിയിട്ട് ഞങ്ങൾ 2.5 വർഷമായി. നമ്മുടെ മെയിൻ ഷെഫാ നമ്മുടെ അന്നപൂർണ്ണ കേറ്ററിംഗിന്റെ നോൺ ആൻഡ് വെജ് ചെയ്യുന്ന മെയിൻ ഷെഫാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ കുറിച്ച് എന്നെ കഴിഞ്ഞ് കൂടുതൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇവർ തമ്മിൽ ഇന്റിമേറ്റ് സുഹൃത്തുക്കളാണ്. ജോയ്സ് പുള്ളി കൊല്ലപ്പള്ളിക്കാരനാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 15-20 വർഷത്തെ എക്സ്പീരിയൻസും പരിചയമുണ്ട്. അപ്പം പുള്ളിയാണ് കോട്ടയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയത്തെ നമ്മുടെ പത്തനംതിട്ടയിലെ മെയിൻ ഷെഫാണ് ഇദ്ദേഹം. അത് നമ്മുടെ കപ്പ ഇച്ചിരി വേണ്ടി, ഇനി കറി ശകലം മതിയേ. ആ മതി. നെച്ചോറ്, ചിക്കൻ കറി, സലാഡ്, ചിക്കൻ സ്റ്റൂ ആണ്. ഇത് അപ്പമായിട്ടില്ല. ചിക്കൻ സ്റ്റൂ. അത് സ്റ്റൂ അല്ലേ? വെജ് സ്റ്റൂ. അത് വെജ്. മറ്റേത് ഇത് സോയാബീൻ. നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാച്ചിൽ പുഴുങ്ങിയത്. ഇനി ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ഈ കൂട്ടാൻ. ഇത് മുളക് ചുട്ടരച്ച ചമ്മന്തി. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാച്ചിലും ചമ്മന്തി. കൊള്ളാം, അടിപൊളി, നല്ല എരിയൊക്കെ ഉണ്ട്. അതും സൂപ്പർ. ഇതെന്തുവാ? സോയാബീൻ. നമ്മുടെ ബീഫ് വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രുചിയുണ്ട്. ഈ ചിക്കൻ കറി കൂട്ടാം. ചിക്കൻ കറി ഞാനെടുത്ത ഈ സാധനങ്ങളെല്ലാം നല്ല അടിപൊളി, നല്ല രുചിയുണ്ട്. ബാക്കി ഐറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. എനിക്ക് സമയം താമസിച്ചു. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള ധൃതിയിലായി, സന്ധ്യയായി. ഇഷ്ടംപോലെ മത്തങ്ങപ്പുട്ടും തേങ്ങാപ്പുട്ടും ഒക്കെ ശരിക്ക് അവിടെ ഉണ്ടാക്കിയില്ല. അവിടെ പുട്ടുകുറ്റിയൊക്കെ കൊണ്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ലൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. ഇവർക്കുള്ള ഫോൺ നമ്പർ മൊത്തം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ബൈ ബൈ.